വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒരു യുഗം അവസാനിക്കുകയും ഒരു ജനതയുടെ ആത്മാവ് ഉച്ചരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയം മാറുന്നു. ഇത് നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടപ്പോഴല്ല നെഹ്റുവിനെ ഓർമ്മിച്ചത്. നെഹ്റുവിനെ നമ്മളിന്ന് കേട്ടത് ന്യൂയോർക്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട മംദാനിയുടെ വാക്കുകളിലാണ് നെഹ്റുവിനെ ഓർമ്മിച്ചത്. ഈ എപ്പോഴും മാറ്റം സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് മംദാനി ഒരു മുന്നറിയിപ്പാണ്. അവിടെ ലോക മുതലാളിത്തത്തിൻ്റെ ഈറ്റില്ലത്ത് പോയി ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു നേതാവ് നെഹ്റുവിനെ ഓർമ്മിച്ചു എന്നുള്ളതാണ് ഈ ദിവസത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത. അത് കഴിഞ്ഞാൽ നമ്മൾ കാതോർത്തിരുന്നത് ആ നെഹ്റുവിൻ്റെ കൊച്ചുമകന് വേണ്ടിയുള്ള വാക്കുകളിലാണ്. നെഹ്റുവിൻ്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇന്ന് യഥാർത്ഥത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളെ പൊള്ളിക്കുന്നതായി. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്നും നമ്മൾ ഞെട്ടൽ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഞെട്ടലേൽക്കാതെ പോയ ഒരേ ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ രാഹുലിൻ്റെ പ്രസംഗത്തിലേക്ക് വരാം. അതിലാദ്യത്തേത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് രാഹുൽ അന്നേ സൂചന നൽകിയതാണ്. നിർമ്മലാ സീതാരാമൻ്റെ പങ്കാളി കൂടിയ പരകാല പ്രഭാകർ തന്നെ അക്കാര്യം വളരെ വ്യക്തമായി നമ്മളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് 5 മണിക്കു ശേഷം 6 മണിവരെ 76 ലക്ഷം വോട്ടർമാർ അധികമായി പോൾ ചെയ്തത്? 1% വർധനവ് മാത്രമുണ്ടാകേണ്ട പോളിംഗിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എന്തുകൊണ്ടാണ് 7% വർധനവ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് എന്ന കണക്കെന്ന് പരകാല പ്രഭ ചോദിച്ചു. ഉത്തരം കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, മഹാരാഷ്ട്രയിൽ ആകെയുള്ള വോട്ടർമാർ 9,70,00,000 എന്നാൽ നോക്കൂ, അവിടെയുള്ള ആകെ ജനസംഖ്യ 9,54,00,000. പ്രായപൂർത്തിയായവരുടെ എണ്ണത്തിലുള്ള ജനസംഖ്യയുടെ കണക്ക് 9,54,000. ഈ വ്യത്യാസം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനും മറുപടിയില്ല. പിന്നെ രാഹുൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, കർണാടകയിൽ ബാംഗ്ലൂർ നോർത്തിൽ വിജയിച്ച PC മോഹന് 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് BJP ലഭിച്ചത്. എന്നാൽ ഓർമ്മിക്കണം, അതിനു മുൻപ് നടന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക വെസ്റ്റ് മണ്ഡലം ഉൾപ്പെടുന്ന 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണവും പിടിച്ചെടുത്ത കോൺഗ്രസ് 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ലോക്സഭയിലേക്ക് വരുമ്പോഴേക്കും 32,000 വോട്ടിന് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യം എങ്ങനെ വന്നു? ആ സംശയത്തിൽ നിന്നാണ് മഹാദേവ്പുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. 1,280,000 വോട്ടുകളാണ് ഒരൊറ്റ മണ്ഡലത്തിൽ മാറിയത്. ആലോചിച്ച് നോക്കൂ, ആ വ്യത്യാസം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കാര്യകാരണ സഹിതം വിശദീകരിച്ചു. ശകുൻ റാണി എന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരു വോട്ടറെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു, അതും BLOയുടെ മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവരിതാ 2 മണ്ഡലത്തിൽ വോട്ട് ചെയ്തതായി എൻ്റെ രേഖയിൽ പറയുന്നു. കൃത്യമായി ഏതൊക്കെ ബൂത്തുകളിൽ എന്നുള്ളതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ എണ്ണി കർണാടകയിലെ കാര്യം പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഞെട്ടിയില്ല. ഇപ്പോൾ ഇവിടെ ഹരിയാനയിലെ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു മണ്ഡലത്തിലെ വോട്ട് കൊള്ളയല്ല. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ വോട്ട് ചോരി എന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഉപയോഗിച്ച വാക്കിതാണ്, ഒരു സംസ്ഥാന സർക്കാരിനെ തന്നെ തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ള പദപ്രയോഗമാണ്. ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചിട്ടും എന്തേ കഴിഞ്ഞ തവണ മാപ്പും സത്യവാങ്മൂലവും പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് ഇത്തവണ മാപ്പും സത്യവാങ്മൂലവും ഒന്നും വേണ്ടേ? ഇലക്ഷൻ കമ്മീഷൻ എന്താ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ്, ഒരു പരാതിയും ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നുള്ളത്. ഡാഷ്ബോർഡിൽ നോക്കിയാൽ കാണാം 22 പരാതികൾ അന്നുണ്ടായിരുന്നു. അതിൽ 19 കോൺഗ്രസ് തന്നെ സമർപ്പിച്ചതാണെന്ന് പിന്നീട് തെളിഞ്ഞു വന്നതും കണ്ടു. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ഈ കർണാടകയിൽ സംഭവിച്ചതുപോലെ ഇവിടെ അങ്ങനെയല്ല. മൊത്തം 2 കോടി വോട്ടർമാരെ ഹരിയാനയിലുള്ളൂ. അതിൽ 25 ലക്ഷവും വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞാൽ 8 പേരിൽ ഒരാൾ വ്യാജ വോട്ടറാണ് ഹരിയാനയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞെട്ടണ്ടേ? ആരും ഞെട്ടി. നമ്മുടെ കർണാടകയിലെ കാര്യത്തിൽ വോട്ട് ചോരിയെക്കുറിച്ചുള്ള വലിയ പത്രസമ്മേളനം നടത്തിയപ്പോൾ ലൈവ് ചെയ്യാതിരുന്ന അതേ ദേശീയ മാധ്യമങ്ങൾ ഇന്നും ഇത് ലോകത്തെ കാണിക്കാതിരിക്കാൻ പരമാവധി ജാഗ്രത പുലർത്തി. പ്രിന്റ് മീഡിയയിലും ഓൺലൈനിലുമാണ് ഇത് അധികവും പബ്ലിഷ് ചെയ്തു വന്നത്. പിന്നീട് അത് മാറ്റി നിർത്തിയാൽ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് തന്നെ ഇതൊന്നും കേട്ടാൽ ഇനി ഞെട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എതിർപ്പ് പറയാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നയിക്കുന്നയാളുടെ പേര് ലിങ്ഡോ എന്നല്ല. അന്ന് 2002 ഗുജറാത്തിലെ റൈറ്റ് നടക്കുന്ന സമയത്ത് റൈറ്റ് നടന്ന സ്ഥലങ്ങൾ നേരിട്ട് പോയി കണ്ട് ഈ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവാദം കൊടുക്കില്ലെന്ന് പറഞ്ഞ ലിങ്ഡോ ഒടുവിൽ ആ ലിങ്ഡോയെ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മതവുമായിട്ട് കൂട്ടി ചേർത്ത് രാജീവ് ഗാന്ധി ലിങ്ഡോയെ കണ്ടിട്ടുണ്ടാവും എന്ന മറ്റോ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ആളാണ് ഈ പറയുന്ന. അഥവാ അത് അവരുടെ പാരമ്പര്യം സോണിയാഗാന്ധിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ ശ്രമിച്ചൊരു നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ. ലിങ്ഡോയല്ല, അശോക് ലവാസയല്ല. 5-ൽ 4 വന്ന് പ്രധാനമന്ത്രിക്കെതിരെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. മതം ഉപയോഗിച്ചു.
ആർമിയെ ഉപയോഗിച്ചു. 2019 ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിലും ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷേ അപ്പോഴും ഡിസെൻഡിംഗ് നോട്ട് എഴുതിയ അശോക് ലവാസ ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനിൽ. ഇന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്ന ജ്ഞാനേഷ് കുമാറിന് ഈ നരേന്ദ്രമോദി പറയുന്ന വാക്കിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതിന്റെ ഫലമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സർക്കാർ വോട്ട് ചോരിയുടെ തെളിവുകൾ. ഞെട്ടിക്കുന്ന കണക്കുകളല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നേരത്തെ പിയാസുനിൽ പറഞ്ഞതുപോലെ 5 ലോക്സഭാ സീറ്റുകളാണ് BJP നേടുന്നത്. 5 ലോക്സഭാ സീറ്റുകൾ 0-ൽ നിന്ന് 5-ലേക്ക് ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഖട്ടർ ഗവൺമെന്റിനെതിരെയും ഒപ്പം തന്നെ ഈ പറയുന്ന നൈനി സിംഗ് ഗവൺമെന്റിനെതിരെയും ഹരിയാനയിൽ ആഞ്ഞടിക്കുന്ന സമയം ഭൂപീന്ദർ സിംഗ് ഹൂഡ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചതാണെന്നേ. അന്ന് നോക്കൂ, പുറത്തു വന്ന 5 പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ. ഇന്ന് രാഹുൽ ഗാന്ധി അത് അവതരിപ്പിക്കുന്നുണ്ട്. ദൈനിക് ഭാസ്കറിൽ പറയുന്നു ആകെയുള്ള 90 സീറ്റുകളിൽ 54 സീറ്റും കോൺഗ്രസ് നേടും എന്ന് ദൈനിക് ഭാസ്കർ പറയുന്നു. BJPക്ക് 29. ന്യൂസ് 24 പറയുന്നു 62 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും, BJP 24 സീറ്റുകളിലേക്ക് ഒതുങ്ങും. PMARC പറയുന്നു 65 ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും, 27 ഇടങ്ങളിൽ BJP ഒതുങ്ങും. ഇന്ത്യ ടുഡേ പറയുന്നു 62 ഇടങ്ങളിൽ ഇന്ത്യ ടുഡേയും 58 ഇടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കും, 28 ഇടങ്ങളിലേക്ക് BJP ചുരുങ്ങും. പക്ഷേ റിസൾട്ട് വരുമ്പോഴോ എല്ലാ എക്സിറ്റ് പോളുകളെയും തകടം മറിച്ചുകൊണ്ട് റിസൾട്ട് വരുന്നു. റിസൾട്ടിൽ വരുന്ന കണക്കിതാണ് 48-37. ഭൂരിപക്ഷം വേണ്ടത് എത്ര? 46. ആകെയുള്ള 90 സീറ്റ്. അതിൽ 2 സീറ്റിന്റെ മാത്രം ബലത്തിൽ വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 0.6% ഡിഫറൻസ്. രാഹുൽ ഗാന്ധി ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്താണെന്നറിയാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33,000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള 25 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ 25 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫലം നിശ്ചയിച്ചിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 33,000-ൽ താഴെ ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസികൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കണക്കുണ്ട്. ഹരിയാനയിലെ 8 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മൊത്തം കണക്കിലെടുത്താൽ 22,000 വോട്ടിന്റെ ഡിഫറൻസേ ഉള്ളൂ. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം കേവലം 22,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ 22,000 വോട്ട് എങ്ങനെ വന്നു എന്നതിൻ്റെ കണക്ക് പറയുമ്പോഴാണ് 25 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടായിരുന്നു. അതിനാണ് അദ്ദേഹം ബ്രസീലിയൻ മോഡലിനെ കാണിച്ചുകൊണ്ട് പറയുന്നത് സ്വീറ്റി എന്നും വിമല എന്നും സരസ്വതി എന്നും ഒക്കെ പേരിൽ ഇതുവരെ ആ ബ്രസീലിയൻ മോഡൽ ആർക്കും കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. മാറ്റിയസ് ഫെറാറോ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു മോഡലാണ്. ആ മോഡൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ ID-യിൽ എങ്ങനെയാണോ തലയുടെ അജിത്തിൻ്റെ ചിത്രം കൊണ്ടുവരുന്നത് എന്നതുപോലെ ഇവിടെ ഒരു ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് 10 ബൂത്തുകളിലായിട്ട് 22 ID അങ്ങ് വിതരണം ചെയ്യുകയാണ്. സുന്ദരിയായ ഒരു ബ്രസീലിയൻ മോഡലിനെ വെച്ചുകൊണ്ട്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഇതാരെന്ന് നിങ്ങൾക്കറിയാമോ? നേരത്തെ പിയാസുനിൽ പറഞ്ഞതുപോലെ അവിടെയും തീരുന്നില്ല. ഒരു വോട്ടർ 223 തവണ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു വരുമ്പോഴാണ് മൊത്തം കണക്കുകൾ പറയുന്നു. ഒരാൾക്ക് 223 വോട്ട്, ഒരാൾ ഒരു ഫോട്ടോയിൽ 100 വോട്ട് രേഖപ്പെടുത്തുന്നു. UP-യിൽ വോട്ടർ ID-യുള്ള ഗ്രാമമുഖ്യൻ ഹരിയാനയിൽ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷമാണ് പറയുന്നത് നമ്മുടെ ബി ഗോപാലകൃഷ്ണന്റെ ബൈറ്റ് പ്ലേ ചെയ്യാണ്. കിരൺ റിജിജു പറഞ്ഞ എന്താ? ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ ലൈബ്രറിയിലടക്കം നമ്മളടക്കം വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ കേരളത്തിൽ തന്നെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതാണ്. കാശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ജനാധിപത്യത്തിലെ അട്ടിമറിയുണ്ടോ? അതാണ് രാഹുൽ ഗാന്ധി ഇന്ന് എടുത്തു കാണിച്ചത്. അതാണ് കിരൺ റിജിജുവിന് അത് വ്യാജ വീഡിയോ ആയിട്ട് മാറിയത്. 19 ലക്ഷം ബൾക്ക് വോട്ടർമാർ, 5,21,619 ഇരട്ട വോട്ടുകൾ, 93,174 വ്യാജ മേൽവിലാസങ്ങൾ, മൊത്തം 25 ലക്ഷം വ്യാജ വോട്ട്. തീർന്നില്ല. 3.5 ലക്ഷം വോട്ടർമാരെ ഈ ഹരിയാനയിൽ നിന്ന് തന്നെ ഇറേസ് ചെയ്ത് കളഞ്ഞു. ആ 3.5 ലക്ഷം വോട്ടർമാരിൽ 2.25 ലക്ഷവും കോൺഗ്രസിനോട് അനുഭവമുള്ള വോട്ടർമാരുടെ പേരുകൾ. എത്ര വോട്ടിനാ ജയിച്ചത്? 22,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ആ 8 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമാണ് ഈ ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷേ അപ്പോഴും നമ്മൾ നിശബ്ദരായിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദരായിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒഴുക്കൻ മട്ടിൽ പരാതികളൊന്നും വന്ന് തന്നില്ലല്ലോ എന്ന മട്ടിലെതിരെ മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് അപകടകരമായി ഇന്ത്യൻ ജനാധിപത്യം ഒരു വഴിത്തിരിവിലാവുന്നു എന്ന സന്ദേശം രാഹുൽ ഗാന്ധി നൽകുന്നത്. രാഹുൽ ഗാന്ധി കേൾപ്പിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തിയ ദേശീയ മാധ്യമങ്ങൾക്കും ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ രാഹുൽ പറഞ്ഞത് ആവർത്തിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ടും പ്രതിധ്വനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.
നിൽക്കുന്നത് വരെ നമ്മൾ ശബ്ദിക്കുക എന്നുള്ളതാണ്. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു നഗരപിതാവായിട്ടൊരു സോഷ്യലിസ്റ്റുകാരൻ നെഹ്റുവിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് വലിയ ആത്മവിശ്വാസത്തിലല്ലേ ആൻഡ്രൂ കമോയി നിർത്തിയത്. അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു കയറി വരാൻ കഴിയുന്നത് ഈ മംദാനിക്ക് എന്നുള്ളത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഒരിക്കൽ ഇന്ത്യ കേൾക്കും, അന്നത് ശരിയായിരുന്നുവെന്ന് സാക്ഷ്യം എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ക്രിസ്റ്റൽ ക്ലിയർ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും ഇന്നത്തെ പത്രസമ്മേളനത്തിലേത്. അത് കർണാടകയിലുള്ളതിനേക്കാൾ മഹാരാഷ്ട്രയിൽ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി ഇന്നുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.